ഹായ് സ്റ്റുഡൻസ്, MR ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2018 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള +1 ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ 2 സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിലെ 3rd സെക്ഷനാണ്. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 3rd സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. 3 മാർക്കുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 3rd സെക്ഷനിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചത്. എ ബോഡി ഫാളിംഗ് അണ്ടർ ദി ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഈസ് സെഡ് ടു ബി ഇൻ ഫ്രീ ഫാൾ. ക്വസ്റ്റ്യൻ എ, ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുക. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുമ്പോൾ വി ആർ ടേക്കിംഗ് ടൈം അലോങ് x axis and velocity along y axis. നമുക്കറിയാം ഫ്രീലി ഫാളിംഗ് എന്നത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. ഇവിടെ ബോഡിയുടെ വെലോസിറ്റി ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ കേസിൽ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും, ഇൻക്ലൈൻഡ് വിത്ത് ടൈം ആക്സിസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബോഡിയുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ താഴോട്ടേക്കായതുകൊണ്ട് നമ്മൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കേണ്ടത് നെഗറ്റീവ് y ആക്സിസിലാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ രീതിയിലാണ് വരുന്നത്. ദിസ് ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ ഫ്രീ ഫാൾ. ഇതാണ് ഫ്രീ ഫാൾ ഉള്ള അല്ലെങ്കിൽ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ നമ്മൾ ഗ്രാഫ് താഴോട്ടേക്ക് വരക്കാൻ കാരണം, നെഗറ്റീവ് y ഡയറക്ഷനിലേക്ക് വരക്കാൻ കാരണം എന്താണ്? ഒബ്ജക്റ്റ് താഴോട്ടേക്കാണ് പതിക്കുന്നത്. നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവായിട്ടും ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, അതായത് ബി ക്വസ്റ്റ്യൻ, ഡിഫൈൻ യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യും. ഹൗ വി ക്യാൻ ഡിഫൈൻ യൂണിഫോം ആക്സിലറേഷൻ? The acceleration of a body is said to be uniform or constant if the velocity of the body changes equally in equal interval of time. ഒരു ബോഡിയുടെ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആണെങ്കിൽ ആ ബോഡിയുടെ ആക്സിലറേഷൻ യൂണിഫോം ആയിരിക്കും. 12ാമത്തെ സി ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് 4 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഈ 4 ഗ്രാഫിൽ ഏത് ഗ്രാഫാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ 4 ഗ്രാഫിൽ ഏത് ഗ്രാഫാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒന്നാമത്തെ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫിഗർ 1 പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫ്, ദ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്, അത് റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിന്റെ ഗ്രാഫാണ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ഗ്രാഫ് അല്ല. രണ്ടാമത്തത് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് വിത്ത് ടൈം ആക്സിസ്. ഇത് യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഇത് യൂണിഫോം മോഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫാണ്. ഇത് രണ്ടാമത്തെയാണ്. മൂന്നാമത്തെ ഗ്രാഫ് ഫിഗർ 3, വെലോസിറ്റി ടൈം ഗ്രാഫ് വിച്ച് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻഡ് വിത്ത് ടൈം ആക്സിസ്. ഇതാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഫിഗർ 3 ആണ്, ഗ്രാഫ് 3 ആണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രാഫ് 4 അത് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. ഗ്രാഫിൽ നമുക്ക് വ്യക്തമാണ് ടൈം കൂടുന്നതനുസരിച്ചിട്ട് ആക്സിലറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ
ആക്സിലറേഷനിൽ ചേഞ്ച് ഉണ്ട്, ആക്സിലറേഷൻ യൂണിഫോം അല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഫിഗർ 3. ഫിഗർ 3 റെപ്രസെന്റ്സ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. എ ഗൺ മൂവ്സ് ബാക്ക്വേർഡ് when a shot is fired from it. Choose the correct statement. Question A. Choose the correct statement. Statement number 1. The momentum of the gun is greater than that of the shot. Statement 2. The momentum acquired by the gun and shot have same magnitude. Statement 3. Gun and shot acquire same amount of kinetic energy. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് 2 ആണ്. The momentum acquired by the gun and the shot have same magnitude. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2. അത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ മതി. അത് എങ്ങനെ വരുന്നു എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ M മാസ് ഉള്ള ഗൺ, ഈ ഗണ്ണിൽ നിന്നും സ്മോൾ ലെറ്റർ m മാസ് ഉള്ള ഷോട്ടിനെ ഫയർ ചെയ്യുകയാണ്. ഷോട്ടിന്റെ മുന്നോട്ടേക്കുള്ള വെലോസിറ്റി സ്മോൾ ലെറ്റർ v ആണ്. അതേപോലെ പിറകിലോട്ടേക്കുള്ള ഗണ്ണിന്റെ വെലോസിറ്റി, നമ്മൾ റീകോയിൽ വെലോസിറ്റി എന്താ പറയുക, അത് ക്യാപിറ്റൽ V ആണ്. ഇനി നമുക്ക് ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് equals total momentum after fire. Total momentum before firing equals total momentum after firing according to law of conservation of linear momentum. എന്താണ് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്? ഫയറിംഗിന് മുമ്പ് ഗണ്ണും റെസ്റ്റിലാണ്, ഷോട്ടും റെസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മൊമെന്റം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈക്വൽസ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയർ എത്രയാണ്? ഗണ്ണിന്റെ മൊമെന്റം ക്യാപിറ്റൽ M ഇൻറ്റു ക്യാപിറ്റൽ V, മാസ് ഓഫ് ദി ഗൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ഗൺ, അതാണ് ഗണ്ണിന്റെ മൊമെന്റം. എത്രയാണ് ഷോട്ടിന്റെ മൊമെന്റം? ഷോട്ടിന്റെ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഷോട്ടിന്റെ മാസ് ഇൻറ്റു ഷോട്ടിന്റെ വെലോസിറ്റി ആണ്, അതായത് സ്മോൾ ലെറ്റർ m ഇൻറ്റു സ്മോൾ ലെറ്റർ v. അപ്പൊ ഗണ്ണിന്റെ മൊമെന്റം ക്യാപിറ്റൽ MV ആണ്, ക്യാപിറ്റൽ M ഇൻറ്റു ക്യാപിറ്റൽ V ആണ്. ഷോട്ടിന്റെ മൊമെന്റം സ്മോൾ ലെറ്റർ m ഇൻറ്റു സ്മോൾ ലെറ്റർ v ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മൊമെന്റം എത്രയാണ്? മൊമെന്റം ഓഫ് ഗൺ പ്ലസ് മൊമെന്റം ഓഫ് ഷോട്ട്, ക്യാപിറ്റൽ MV പ്ലസ് സ്മോൾ ലെറ്റർ MV. അപ്പൊ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. 0 ഈക്വൽസ് ക്യാപിറ്റൽ M ഇൻറ്റു ക്യാപിറ്റൽ V പ്ലസ് സ്മോൾ ലെറ്റർ m ഇൻറ്റു സ്മോൾ ലെറ്റർ v. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ ലെറ്റർ MV ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് MV ഈക്വൽസ് ക്യാപിറ്റൽ MV എന്ന്. ഇതിൽ നിന്ന് V, ഈ ഇക്വേഷൻ നമുക്ക് എന്താ മനസ്സിലാക്കി തരുന്നത്? മൈനസ് MV ഇത് ആരുടെ മൊമെന്റമാണ്? ഇത് ബുള്ളറ്റിന്റെ മൊമെന്റമാണ്, അല്ലെങ്കിൽ ഷോട്ടിന്റെ മൊമെന്റമാണ്. ഇത് ആരുടെ മൊമെന്റമാണ്? ഇത് ഗണ്ണിന്റെ മൊമെന്റമാണ്. രണ്ടാളുടെയും മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഈക്വൽ ആണ്. നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. നെഗറ്റീവ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? ബുള്ളറ്റ് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഗണ്ണ് മൂവ് ചെയ്യുന്നത്. അതാണ് നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മാഗ്നിറ്റ്യൂഡ് രണ്ടാളുടെ എന്താണ്? സെയിം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 ബി ക്വസ്റ്റ്യൻ. എ ഷെൽ ഓഫ് മാസ് 0.02 kilogram is fired by a gun of mass 100 kilogram. If the muzzle speed of the shell is 80 meter per second, what is the recoil speed of the gun? We have the expression for recoil velocity of a gun. എന്താണ് ഇക്വേഷൻ? ക്യാപിറ്റൽ V ഈക്വൽസ് മൈനസ് സ്മോൾ ലെറ്റർ m ഇൻറ്റു സ്മോൾ ലെറ്റർ v ബൈ ക്യാപിറ്റൽ M. സ്മോൾ ലെറ്റർ m ഷോട്ടിന്റെ മാസ്, സ്മോൾ ലെറ്റർ v ഷോട്ടിന്റെ വെലോസിറ്റി, ബുള്ളറ്റിന്റെ വെലോസിറ്റി, ക്യാപിറ്റൽ M ഗണ്ണിന്റെ മാസ്. ഈ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഷോട്ടിന്റെ മാസ് 0.020 കിലോഗ്രാം, ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ M 100 കിലോഗ്രാം, ഷോട്ടിന്റെ വെലോസിറ്റി 80 meter per second. Then what is recoil velocity of the gun? V എത്രയാണ്? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് സ്മോൾ ലെറ്റർ m എത്രയാണ്? 0.02 into 80 divided by
ക്യാപിറ്റൽ M 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ -0.016 m/s എന്ന് കിട്ടും. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറയുന്നതെങ്കിൽ 0.016 m/s. ഇതാണ് ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി. Question number 14. Acceleration due to gravity decreases with depth. A. Prove the above statement by deriving proper equation. B. Using the equation, show that acceleration due to gravity is maximum at the surface and zero at the center of the earth. എർത്തിന്റെ സർഫസിൽ നിന്നും d ഡെപ്ത് താഴെയുള്ള പോയിന്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എർത്തിനെ ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് എർത്തിന്റെ സെന്റർ. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. സർഫസിൽ നിന്നും d ഡെപ്ത് താഴെയുള്ള പോയിന്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾക്കറിയാം സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എക്സ്പ്രഷൻ എന്താണ്? G equals capital G into capital M by capital R square. ഇവിടെ ക്യാപിറ്റൽ G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ക്യാപിറ്റൽ M എർത്തിന്റെ മാസ്, ക്യാപിറ്റൽ R എർത്തിന്റെ റേഡിയസ് ആണ്. നമുക്കറിയാം ഡെൻസിറ്റി റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. മാസ് ഈക്വൽസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. എർത്തിനെ നമ്മളൊരു സ്ഫിയർ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എർത്തിന്റെ R റേഡിയസ് ഉള്ള സ്ഫിയറിന്റെ വോളിയം എത്രയാണ്? 4/3 πr³ ആണ്. അപ്പോൾ നമുക്ക് വീക്ക് വരെ എന്ന് കൊടുക്കാം 4/3 πr³ എന്ന് കൊടുക്കാം വോളിയത്തിന് പകരം, ഇൻറ്റു റോ. ഇതാണ് മാസ്. അപ്പോൾ G ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ G ഇൻറ്റു 4/3 πr³ റോ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ദാറ്റ് ഈക്വൽസ് 4/3 πr റോ ഇൻറ്റു ക്യാപിറ്റൽ G എന്ന് കിട്ടും. ഇതാണ് സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ഓഫ് ദി എർത്ത്. അങ്ങനെയാണെങ്കിൽ സർഫസിൽ നിന്നും d ഡെപ്ത് താഴെ, സെൻട്രലിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് അകലെ, സെൻട്രലിൽ നിന്നും സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണെങ്കിൽ സെൻട്രലിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? R മൈനസ് d ആയിരിക്കും. അതുകൊണ്ട് ആ പോയിന്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് GD എന്ന് എടുക്കാം. അറ്റ് ഡെപ്ത് d ആയതുകൊണ്ട് GD എന്ന് എടുക്കാം, അല്ലെങ്കിൽ G പ്രൈം എന്തെങ്കിലും എടുക്കാം. 4/3 π എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? R മൈനസ് d ഡിസ്റ്റൻസ് അകലെയാണ് ആ പോയിന്റ്, ഇൻറ്റു റോ ഇൻറ്റു G. ദാറ്റ് ഈക്വൽസ് 4/3 π. R മൈനസ് ഡിനെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതുന്നു, R ഇൻറ്റു 1 മൈനസ് d/r ഇൻറ്റു റോ G. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, 4/3 π R റോ G അതെന്താണ്? സ്മോൾ ടു G ആണ്. അങ്ങനെയാണെങ്കിൽ GD ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? G ഇൻറ്റു 1 മൈനസ് d/r എന്ന് എഴുതാം. ഇതാണ് d ഡെപ്ത് താഴെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ. ഈ ഇക്വേഷനിൽ വ്യക്തമാണ് GD ഈസ് ലെസ് ദാൻ G എന്ന് പറഞ്ഞാൽ താഴോട്ടേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. എർത്തിന്റെ സർഫസിൽ നിന്നും d ഡെപ്ത് താഴെയുള്ള പോയിന്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആണ് GD ഈക്വൽസ് G ഇൻറ്റു 1 മൈനസ് d/r. G എന്ന് പറഞ്ഞാൽ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ സർഫസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം d ഈക്വൽ ടു 0 ആണ്. എവിടെ? സർഫസിൽ, എർത്തിന്റെ സർഫസിൽ d ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമുക്ക് GD ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? G ഇൻറ്റു 1 മൈനസ് 0/r 0 ഈസ് ഈക്വൽ ടു G. അപ്പോൾ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ആണ്. അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാക്സിമം വാല്യൂ. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം എവിടെയാണ്? സർഫസിലാണ്. സർഫസിൽ നിന്ന് മുകളിലോട്ടേക്ക് പോകുമ്പോഴും സർഫസിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോഴും ജിന്റെ വാല്യൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഇനി സെന്ററിൽ എത്രയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നോക്കാം. സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിന്റെ എന്ത് വാല്യൂ എന്ത് കൊടുക്കണം? അപ്പോൾ d ഡെപ്ത് താഴെ, ഈ പോയിന്റ് d ഡെപ്ത് താഴെയാണ്. സെന്ററിലേക്ക് വരുമ്പോൾ ഡിന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആവും? റേഡിയസിന് ഈക്വൽ ആവും. ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ d. അപ്പോൾ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? അത് റേഡിയസ് തന്നെയാണ്. അപ്പോൾ d ഈക്വൽ ടു ക്യാപിറ്റൽ R എന്ന് വരും. d ഈക്വൽ ടു ക്യാപിറ്റൽ R ആണ് സെന്ററിൽ വരിക.
അപ്പോൾ നമ്മൾക്ക് ജി ഡി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? ജി ഇൻറ്റു 1 മൈനസ് ക്യാപിറ്റൽ ആർ ബൈ ക്യാപിറ്റൽ ആർ, ദാറ്റ് ഈക്വൽസ് ജി ഇൻറ്റു 1 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0. അതായത് എർത്തിന്റെ സെൻട്രൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. Question number 15. A device used to lift automobiles is shown in the figure. Write the name of the device. Answer: hydraulic lift. നമുക്കറിയാം ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പാസ്കൽസ് ലോ ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ ബി. ഇൻ ദി സിറ്റുവേഷൻ ഷോൺ ഇൻ ദ ഫിഗർ, mass of the car is 3000 kg and the area of the piston carrying it is 425 cm square. What pressure is to be applied to the smaller piston? നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താണ്? സ്മോൾ പിസ്റ്റണിന്റെ മുകളിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന എക്സെർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. സ്മോൾ പിസ്റ്റണിന്റെ ഏരിയ A1 ആണ്. പിക്ചറിൽ പറയുന്നത് ആ A1ന്റെ മുകളിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? F1 ആണ്. അപ്പോൾ പ്രഷർ ഓൺ A1 എത്രയായിരിക്കും? P1 ഈക്വൽസ് F1 ബൈ A1. പ്രഷർ ഈക്വൽസ് ഫോഴ്സ് ബൈ A1. അതേപോലെ കാർ വെച്ചിട്ടുള്ളത് ലാർജ് ഏരിയ ഉള്ള പിസ്റ്റണിന്റെ മുകളിലാണ്. ആ ഏരിയന്റെ വാല്യൂ നമ്മൾ A2 ആണ് എടുത്തത്. A2ന്റെ മുകളിൽ എക്സെർട്ട് ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F2 ആണ്. അതുകൊണ്ട് A2ന്റെ മുകളിൽ എക്സെർട്ട് ചെയ്യപ്പെടുന്ന പ്രഷർ ഓൺ A2 P2 ഈക്വൽ ടു എന്തായിരിക്കും? F2 ബൈ A2 ആയിരിക്കും. നമുക്കറിയാം ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്? പാസ്കൽസ് ലോനെ ബേസ് ചെയ്തിട്ടാണ്. പാസ്കൽസ് ലോ പ്രകാരം ഈ രണ്ട് പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? P1 ഈക്വൽ ടു P2 അല്ലെങ്കിൽ F1 ബൈ A1 ഈക്വൽ ടു F2 ബൈ A2 എന്ന് എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് A1 ഏരിയയിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ എത്ര എന്നാണ്. അതായത് F1 ബൈ A1 എത്ര എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. പക്ഷെ F1 ബൈ A1 എന്തിന് ഈക്വൽ ആണ്? F2 ബൈ A2 ഈക്വൽ ആണ്. എന്താണ് F2? A2 ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ്. A2 ഏരിയന്റെ മുകളിൽ ആരാ ഉള്ളത്? കാറാണുള്ളത്. ആ കാറിന്റെ വെയിറ്റ് ആണ് A2 ഏരിയന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ F2 എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് ദി കാർ ആണ്, mg ആണ്, ഡിവൈഡഡ് ബൈ A2. നമുക്കിവിടെ കാറിന്റെ മാസ് തന്നിട്ടുണ്ട് 3000 കിലോഗ്രാം. ജിന്റെ വാല്യൂ 9.8 ആണ്. A2ന്റെ വാല്യൂ 425 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിന്റെ സ്ഥാനത്ത് 3000 ഇൻറ്റു 9.8 ഡിവൈഡ് ബൈ 425 നമുക്ക് സെന്റിമീറ്റർ സ്ക്വയറിലാണ് തന്നത്. അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻⁻⁴ എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? 6.92 ഇൻറ്റു 10⁵ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് A1 ഏരിയയുടെ മുകളിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ. അത് തന്നെയാണ് A2 ഏരിയയുടെ മുകളിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറും അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ.